അപ്പോൾ അയ്യപ്പന്മാർ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ടോ? എവിടെ നിന്ന് വരുന്നത്? എരുമേലി പോകാൻ പറ്റുമല്ലേ? കോഴിത്തോട് വഴിയാണോ വണ്ടി പോകുന്നത്? ഇതിലെ പോകുന്ന വണ്ടിയെല്ലാം കോഴിത്തോട് വഴി പോകുന്നത്. അപ്പോൾ എരുമേലി ചെല്ലത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഓട്ടോയ്ക്ക് എരുമേലിക്കുള്ള സമയം വരെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടത്തിന് കിടക്കുക. ഓം ശിവം ഭവത് കല്യാണം ആയുരാരോഗ്യ വർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതി ജ്യോതി നമ. ആദിത്യത്തിലേക്ക് എന്ന് സങ്കല്പിച്ച് പുഷ്പം തറയിലിട്ട് കൊണ്ടുവന്നു. പുഷ്പം തറയിട്ട് കൊണ്ടുവന്നില്ല. ഇനി വലതുകാലിൻ്റെ മുഖത്ത് തറയിലേക്ക് പവിത്രം പാപനാശനം ആയുർത്തേജോ ബലം സൗഖ്യം പിതൃകർമ്മ ക്രിയാഭകം പവിത്രധാരണം നമുക്ക് വലതുകൈയുടെ മോതിരം വലതുകൈയിലേത് ഇടതുകൈയിൽ 5 മാറ്റി. ഓം മമോപാദ സമസ്ത ദുർഗദ്വാര ശ്രീ പരമേശ്വര ശ്രീദത്തം തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ വിദ്യബലം ദൈവബലം തദേവ ശ്രീ ലക്ഷ്മിപദേ ദേന്ദ്രീകം സ്മരാമി അപവിത്ര പവിത്രോവാം സർവവസ്താം യതോദിവ യസ്മരേ പുണ്ഡരീകാക്ഷം സഭാഖ്യാം അഭ്യന്തര ശുചി മാനസം വാചികം പാപം കർമ്മണ സംഹാർജിതം ശ്രീരാമ സ്മരണേനൈവ വിമോഹന സംശയ ശ്രീരാമ രാമ രാമ നിധേ വിഷ്ണു. മരിച്ചുപോയ പിതൃവിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. രൂപവും ഭാവവും ഒക്കെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. എൻ്റെ മാതൃവഴിയായും പിതൃവഴിയായും ഉള്ള അഖില പിതൃക്കൾക്കും പുരാണോക്ത മഹാദാനന്തർഗത തത്വദാനാധികം അഹം കരിഷ്യേ.
मम मित्रादि समस्तपितॄणाम् अक्षयिक तृप्त्यर्थं तद्दर्श श्राद्धाङ्ग ओम कुशोसी कुशप्रस्थोसी ब्रह्मणा निर्मिതം പുരാ പിണ്ഡസ്ഥാനെ ഗർഭാസനം നമുക്ക് ഗർഭയിലേക്ക് ആസനം കൽപ്പിക്കുന്ന സംഘടിപ്പിച്ച് തള്ളവരളിനിടയിൽ കൂടെ ഇട്ടു ആ ഗർഭയുടെ മുകളിലേക്ക് ഇട്ടു. ഓം തതുപരി തിരോധക നമഃ വിഷ്ണു. ഒന്നാം പിണ്ഡം അത് ഇടേണ്ടത് ഇതിനകത്താണ്. ഇതിന് ഓം അബ്രഹ്മണോയേ പിതൃവംശജാത മാതൃസ്തത വംശ ഭവാമതീയ വംശധയസ്മിൻ മമ ദാനഭൂത ഭൃത്യേ സദൈവാശ്രിത സേവകാച മമ മിത്രാണി സഖ്യ സ്പശപ്പച്ച സ്പൃഷ്ട സ്പൃഷ്ടാച്ച കൃതോപകാര ജന്മാന്തരേ തേഭ്യ സുധാ പിണ്ഡം അഹം തദാമി. ഓം अस्मिन् कुले मृदायेज बेदर्यतां न विद्यते आवाहिषतान् कुशप्रस्थे तिलोदक नमः. ओम तदुपरि तिलोदक नमः विष्णु. मूന്നാം ओम असिपत्र वने घोरे कुम्भिभागे चरौरवे तेषाम् उद्धरणार्थायम् इदं पिण्डं ददामि. ओम तदुपरि तिलोदक नमः विष्णु. ओम उत्सन्न कुलकोडीनां सप्तदीप निवासिनां धर्मबिन्दु मया दत्तम् अक्षयिकम् उपदिष्टते. ओम तदुपरि तिलोदक नमः विष्णु. ओम हे बान्धव अन्यजन्मानुजन्मान्तरे तेषाम् उद्धरणार्थायम् इदं पिण्डं ददामि. ओम पिण्डानामुपरि पिण्डशेष नमः. ओम पिण्डपितृदेवतेभ्यो नमः. ओम तदुपरि तिलोदक नमः. ഈ ഓരോ മന്ത്രം പറയുമ്പോഴും ഓരോ ഇതിലും തീർത്തും നോക്കിക്കണം കേട്ടോ. തീർത്ഥം കൂടി ഇങ്ങോട്ട് വെച്ചിരിക്കണേ. ഓം പാദ്യം നമഃ അർഘ്യം നമഃ ആചമന നമഃ വസ്ത്രാർത്ഥം സൂത്രം നമഃ ഉപവസ്ത്രാർത്ഥം കിടൻ നമഃ അലങ്കരണാർത്ഥം അക്ഷര നമഃ വിലേപനാർത്ഥം ഗന്ധം നമഃ മാല്യാർത്ഥം പുഷ്പം നമഃ ധൂപം നമഃ ദീപം നമഃ നിവേദ്യാർത്ഥം കൃഷ്ണം നമഃ. വളച്ച് കാണിച്ചാൽ കഴിക്കും. ഇങ്ങനെ വളച്ച് കാണിച്ച് അത് കഴിക്കും. ഓം തതുപരി തിലോദകം. ओम तिलोदकम अब्रह्महस्तपर्यन्तं देवऋषि पितृमानव कृत्यन्तु इतर सर्वे मातृमाता महाभया अधीत कुलकोडीनां सप्तदीप निवासिनाम् अब्रह्म भुवनालोक इदमस्तु तिलोदकमितु. ओम अत्रगन्धं पत्रपुष्पं धूपदीप दक्षिण सर्व उपचार ഷോഡശപൂജ സമർപ്പിക്കാമി. ഇന്നിവിടെ നടത്തിയിരിക്കുന്ന ബലിപൂജാതി കർമ്മങ്ങൾ 16 ഉപചാരങ്ങളോടുകൂടി സമർപ്പിച്ച് സംഘടിപ്പിക്കുന്നു. ഇനി ഒന്ന് 15 കിലോ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം. ഇന്നിവിടെ നടത്തിയിരിക്കുന്ന ബലിപൂജാതി കർമ്മങ്ങൾ ശിവഭഗവാന്റെ പാതാരബന്ധങ്ങളിലേക്ക് സമർപ്പിച്ച് സംഘടിപ്പിക്കുന്നു. അതിൽ ഒരു പുഷ്പം എടുത്ത് തിരിച്ചിട്ടുണ്ട്. വീണ്ടും പഴയ പോലെ ഒന്നും കൂടെ നിൽക്കും. വളരെ രണ്ടും പഴയ. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വര സർവം ക്ഷമസ്വ പാപേഭൗ മുജ്ജന്മദ്യ പിതൃമമ. ഇന്നിവിടെ നടത്തിയിരിക്കുന്ന ബലിപൂജാതി കർമ്മങ്ങളിൽ മന്ത്രം കൊണ്ടോ ക്രിയ കൊണ്ടോ ഭക്തി കൊണ്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വെച്ചിരിക്കണം. ഓം അതൊരു തിലോദകം കൊടുത്തു. ഇനി ആ പവിത്രം ഊരി തെറ്റഴിച്ച് ഇലയിലേക്ക് നോക്കി. ഇനി ആ വസ്ത്രത്തിൻ്റെ തലപ്പ് കൈയിലേക്ക് നോക്കി. തോർത്തിൻ്റെ തലപ്പ് വലത് കൈയിലേക്ക് നോക്കി. ഓം
ഏക യസ്മിൻ കുലൈ ജാത അപുത്ര ഗോത്രനൈസ്മൃത തേ ഗ്രഹണന്തു വസ്ത്രനിഷ്ഠിതത്വം. ഒന്ന് പിഴിഞ്ഞു നോക്കാം. വസ്ത്രനിഷ്ഠിതം ഈ ആ ചെറിയ ഇല എടുത്ത് ഇതിന് മുകളിൽ വെക്കാം. ഇനി അത് മൊത്തം എഴുന്നേറ്റിട്ട് ഈ ശിരസിൽ വെച്ചുകൊണ്ട് പോയി, അതായത് നാരായണ ജപിക്കുക, ശിരസിൽ വെച്ചുകൊണ്ട് പോയി പുറകോട്ട് കളയുക. എന്നിട്ട് മുമ്പോട്ട് അതായത് വെള്ളം തളിച്ച് കയറുക. ആ ഈ അക്ഷരങ്ങളൊക്കെ ഇല്ലേ, അരിയും ഇതെല്ലാം ഈ ഭഗവാന്റെ അവതാരമാണ് മത്സ്യം അല്ലേ? മത്സ്യം വഴി ഇത് ഭഗവാനിലേക്ക് എത്തുന്ന പറയുന്നത്. അതാണ് എന്റെ സങ്കല്പം. മത്സ്യം കഴിക്കും ഇത് മത്സ്യം കഴിക്കുന്നതുകൊണ്ട് മത്സ്യം വഴി ഭഗവാനിലേക്ക് എത്തുന്നു. മത്സ്യം ഭഗവാന്റെ അവതാരം നടത്താം അല്ലേ?
स्थितं तोयं भ्रामिदं केशोपरि अङ्गलग्नं मनुष्याणां ब्रह्महत्या इदं देहे अकालमृत्युहरणं सर्वव्याधिनिवारणं सर्वपापप्रशमनं प्रसीद परमेश्वर എന്നാൽ ഇതിന് ചിത്രപ്പേശ അതിനകത്ത് എല്ലാവരും ഇങ്ങനെ കൈകൊണ്ട് വാരി ഒരു ചിത്രപ്പേശയായിട്ടില്ലേ അത് എല്ലാവരും ഒഴിഞ്ഞിട്ട് വേണം ശിരസിൽ ഒഴിഞ്ഞ് പ്രായച്ചിത്തം പറഞ്ഞ് തമ്മിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പശ്ചാത്തലം വെച്ച് കിഴിയായിട്ട് കെട്ടി വേണം കൊണ്ടുപോകാൻ. അതിനകത്ത് ഓരോന്നുള്ള എങ്കിലും ഉപദേവതകൾക്ക് സമർപ്പിക്കണം. അമ്പലത്തിൽ കിഴി അഴിച്ചിട്ടേ ഉപദേവതകൾക്ക് ഓരോന്നിനും എല്ലാവരെയും സമർപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്നത് കിഴിയായിട്ട് പ്രധാന ശ്രീകോവിലിന്റെ നടക്കുന്നത്. നമ്മുടെ യോഗീശ്വരൻ എന്ന് പറയുകയല്ലേ, യോഗീശ്വരൻ എന്ന് പറയുന്ന മൂർത്തി നമ്മുടെ ഇങ്ങോട്ടൊന്നും ഈ അമ്പലങ്ങളിൽ ഇല്ലെന്നേ ഉള്ളൂ. യോഗീശ്വരൻ എന്ന് പറയുന്ന മൂർത്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കാരണക്കാരനായിരിക്കുന്ന ആൾ മനുഷ്യരാണ് യോഗീശ്വരനാക്കിയത്. ഓരോ സ്ഥലത്തും സമാധി സ്ഥലങ്ങളുണ്ട്. പളനിയിലുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ എല്ലാം സമാധി സ്ഥലങ്ങളുണ്ട്. ഈ സമാധി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ, ഇവരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അതിന് നമ്മൾ പോകുന്ന കാര്യം പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. മൂകാംബിക പോയിട്ട് ശങ്കരാചാര്യ സ്വാമികളെ അറിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണഫലം, മൂകാംബിക ദേവിയുടെ പൂർണ്ണഫലം നമുക്കിവിടെ വരികയില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ കാരണക്കാരനായിരിക്കുന്ന ഒരാളുണ്ട്, ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ വിളിച്ചുകൊണ്ട് വന്ന ഒരാളുണ്ടാവും. ആ ആൾ മരിക്കുമ്പോഴാണ് അത് യോഗീശ്വരനായിട്ട് മാറുന്നത്. നിങ്ങൾ ബസ്സിനല്ലേ വന്നേ? നിങ്ങളെ ഓട്ടോ കയറ്റി വിട്ടു. നിങ്ങൾക്ക് ഞങ്ങളവിടെ വന്നപ്പോൾ നിങ്ങളവിടെ നിൽപ്പില്ല. ഈ കമ്പനികൾ ഇന്ന് കൂടുതൽ ടീമുകൾ എത്തിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ.
സമയം എന്റെ മാറ്റം നോക്കാൻ അങ്ങോട്ട് നോക്കാൻ അതിന് വളരൊക്കെ ഞാൻ നോക്കട്ടെ. തൂത്തപ്പൊരു കമ്പനി കിട്ടി ഓടിയത്തെ നീ വരുന്നുണ്ടോ? വാ ഇറങ്ങി വാ. ചാമ്പോയി അവിടെ പോവാ. ചാമ്പോ അവിടെ പോവാ. ഞങ്ങള് ഇങ്ങോട്ട് വന്നല്ലോ. വീട്ടിൽ പോവാ. എല്ലാരും വീട്ടിൽ പോവാ. നിർമ്മലമ്മ പോവാ. ഇത്ര നേരം മഴക്കുണ്ടാക്കിയോട് പറഞ്ഞ കേട്ടോ പോകാൻ. അവര് പോയി. പിന്നെ പോകാം കേട്ടോ. അവിടെ ഞാനിവിടെ ഇരിക്കാം. നീ വേണോ? നീ വേണോ? നമുക്ക് പോകാം കേട്ടോ. നമുക്ക് പോകാം 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 കേട്ടോ. കരയുണ്ട കേട്ടോ. കേട്ടോ എന്തോ കരയില്ലെന്ന്. കരയില്ല കരയില്ല. വേണ്ട.